കാഫിർ വിവാദത്തിന് പിന്നാലെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ലോക്ക് ചെയ്ത CPM മുൻ MLA KK ലതിക വിവാദ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. സംഭവത്തിൽ പ്രതി ചേർത്തിരുന്ന യൂത്ത് ലീഗ് നേതാവ് പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരനല്ലെന്ന് സർക്കാർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട്. ആനന്ദ്, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത്? വിഷ്ണു, ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ടും വടകരയിൽ രാഷ്ട്രീയ പോര് മുറുകുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്കറിയാം, വടകരയിലെ ഈ കാഫിർ പരാമർശ കേസിൽ പ്രതി ചേർത്തിരുന്ന യൂത്ത് ലീഗ് നേതാവിന് പ്രഥമ ദൃഷ്ട്യാ ഇത്തരത്തിൽ പങ്കില്ലെന്ന് കഴിഞ്ഞ ദിവസം സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഇതോടെ തന്നെ ഇതിനുശേഷം CPM-നെതിരെ പ്രതിപക്ഷ സംഘടനകൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നിരന്തരമായി CPM-നെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. ഈ കാഫിർ പരാമർശ പോസ്റ്റ് പ്രചരിപ്പിച്ച CPM നേതാവ് KK ലതിക ഉൾപ്പെടെയുള്ള ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യമായാണ് പ്രതിപക്ഷ കക്ഷികൾ രംഗത്തെത്തിയത്. മാത്രമല്ല, ഈ കേസ് അന്വേഷണം പോലീസ് കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ നിഷ്പക്ഷ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ഇത്തരത്തിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകൾ ആരോപിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ഒരു വിവാദം മുറുകിയതോടുകൂടെ തന്നെ ഇപ്പോൾ KK ലതികയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ലോക്ക് ചെയ്ത അവസ്ഥയിലാണ്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റ് അവർ പിൻവലിച്ചതായി കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എന്തായാലും മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ ഇത്തരത്തിൽ CPM വർഗീയ രാഷ്ട്രീയം കളിക്കാൻ ശ്രമിക്കുകയാണെന്നുള്ള കാര്യവുമായി തന്നെ നേരത്തെ രംഗത്ത് വന്നിരുന്നു. വടകര ഷാഫി പറമ്പിലിനെതിരെ വ്യാജ കാഫിർ പോസ്റ്റ് ഷോട്ട് വന്നതും ഇതിന്റെ ഉദാഹരണമാണെന്നാണ് സാദിഖലി തങ്ങളടക്കം പറഞ്ഞത്. എന്തായാലും ഇതിനെ തുടർന്ന് തന്നെ ഇപ്പോൾ KK ലതിക ഫേസ്ബുക്ക് പ്രൊഫൈൽ ലോക്ക് ചെയ്ത അവസ്ഥയിലാണ്. കഴിഞ്ഞ 1.5 മാസമായി അത് ഓപ്പൺ ആയിരുന്നു. ഇപ്പോൾ ലോക്ക് ചെയ്ത ഒരു അവസ്ഥയാണ് വിഷ്ണു. ആനന്ദ, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു വിവാദം തുടങ്ങിയപ്പോൾ മുതൽ വിവിധ അഭിപ്രായങ്ങളാണ് വിവിധ തലങ്ങളിൽ നിന്ന് ഉണ്ടായത്. ഒപ്പം തന്നെ ഒരു വാക്പോരിലേക്ക് തന്നെ എത്തിയിരുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ഇത്തരത്തിൽ ഇപ്പോൾ ഈ ഒരു പോസ്റ്റ് പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ വരും ദിവസങ്ങളിൽ KK ലതികയുടെ ഒരു തുറന്ന പ്രതികരണം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും വിഷ്ണു, നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ച് ഇടത് വലത് മുന്നണികൾ വർഗീയ പ്രചാരണങ്ങൾ കൊണ്ട് വിവാദമായിരുന്ന ഒരു കാലം തന്നെയായിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും അത്തരത്തിൽ കടുത്ത വർഗീയതയാണ് ഇരു മുന്നണികളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രചരിപ്പിച്ചിരുന്നത്. പരസ്പര പ്രത്യാരോപണങ്ങളുമായി തന്നെ മുന്നണികൾ മുന്നോട്ട് പോയിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് ആ സമയത്ത് തന്നെ നിരവധി കേസുകൾ, 14ഓളം കേസുകൾ ഇത്തരത്തിൽ ഈ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് ഈ വർഗീയ പ്രചാരണവും അതല്ലാതെ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളും നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് തന്നെ കേസുകൾ എടുത്തിരുന്നു. ഇതിൽ ഏറ്റവും വിവാദമായതാണ് അത്തരത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ കാഫിർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ക്രീൻഷോട്ട് ഇറക്കുന്നത്. ഇത് ഇറക്കിയത് UDF ആണെന്ന് കാണിച്ചുകൊണ്ട് ഇടതുപക്ഷവും, അതല്ല ഇടതുപക്ഷമാണ് ഇതിന്റെ പിന്നിലെന്ന് പറഞ്ഞുകൊണ്ട് വലതുപക്ഷവും നിരന്തരം പ്രത്യാരോപണങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. എന്തായാലും അതിനെ തുടർന്ന് തന്നെയാണ് ഇത്തരത്തിൽ യൂത്ത് ലീഗ് നേതാവിന് കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ കേസിൽ പക്ഷേ ഇപ്പോൾ സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുള്ളത് അത്തരത്തിൽ പ്രഥമ ദൃഷ്ട്യാ അയാളുടെ പേരിൽ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്താനായിട്ടില്ലെന്നാണ്. ഇതോടുകൂടിയാണ് ഈ രംഗം വീണ്ടും സജീവമാവുന്നത്. ഇത് പ്രചരിപ്പിച്ച, അതായത് ഈ പോസ്റ്റ് പ്രചരിപ്പിച്ച എല്ലാ ആളുകൾക്കെതിരെയും കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇപ്പോൾ പ്രതിപക്ഷ സംഘടനകൾ, അതായത് കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് വിവാദമായതോടെ തന്നെ ഇത്തരത്തിലുള്ള പോസ്റ്റ് KK ലതിക പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ KK ലതിക ഫേസ്ബുക്ക് അവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ലോക്ക് ചെയ്തു വെച്ചിരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിവാദം കത്തി നിൽക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. യെസ്, വ്യക്തമാണ്. ആനന്ദാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.